സി കുഞ്ഞികൃഷ്ണൻ ദൂരദർശൻ പ്രതിനിധിയോടൊപ്പം. സി കുഞ്ഞികൃഷ്ണൻ, ഈ പരാതി എങ്ങനെയാണ് കാണുന്നത്? ഈ മാതിരി തട്ടിപ്പ് ഒരു വലിയ ക്രിമിനൽ കുറ്റമാണ്. ബാർക്ക് റേറ്റിംഗ് നിലവിൽ വന്നത് തന്നെ അതിന് മുൻപുണ്ടായിരുന്ന ടാം റേറ്റിംഗ്, ടെലിവിഷൻ ഓഡിയൻസ് മെഷർമെന്റ് എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അതില് ഇതുമാതിരി തട്ടിപ്പ് നടക്കുന്നു എന്ന് മുമ്പൊരു കമ്മിറ്റി കണ്ടെത്തി. അപ്പോഴ് ആണ് പറഞ്ഞത് ഈ ബാർക്ക് കംപ്ലീറ്റ്ലി പീപ്പിൾസ് മീറ്റർ ആയിരുന്നു ബാർക്ക് ടാം ഉപയോഗിച്ചിരുന്നത്. ഇവര് ബാർക്കും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ടെക്നോളജി ബേസിക്കലി അത് ഒന്ന് തന്നെയാണ്. അപ്പൊ ഈ ബാർക്ക് സ്ഥാപിതമായത് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ഫൗണ്ടേഷൻ, അതായത് എല്ലാ ബ്രോഡ്കാസ്റ്റിംഗ് ഓർഗനൈസേഷൻസിന്റെയും ഒരു കൂട്ടായ്മ. അതുകൂടാതെ ഗവൺമെന്റ്, അഡ്വർടൈസിംഗ് ഏജൻസീസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ AASFI, പിന്നെ അഡ്വർടൈസേഴ്സ് അസോസിയേഷൻ ഓഫ് അഡ്വർടൈസേഴ്സ് സൊസൈറ്റി ഓഫ് ഇന്ത്യ ASI. ഇങ്ങനെ ഇതുമായി ടെലിവിഷൻ റേറ്റിംഗുമായിട്ട് പരസ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളും കൂട്ടായ്മയായിട്ടാണ് ബാർക്ക് തുടങ്ങിയത്. ബാർക്ക് തുടങ്ങിയ ഉടനെ തന്നെ പിന്നീട് കംപ്ലൈൻസ്, പരാതികൾ ഉണ്ടായിരുന്നു. അത് പിന്നെ വീണ്ടും അത് റിവ്യൂ ചെയ്തു. അത് ഫുൾ പ്രൂഫ് ആണ് എന്ന് ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോഴും ഈ തട്ടിപ്പ് പുറത്ത് കൊണ്ടുവന്ന ചാനലിനെ എത്രമാത്രം അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം ഇന്ത്യയിലെ ടെലിവിഷൻ വ്യവസായം 70,000-75,000 കോടി റുപ്യയോളം വ്യാപ്തിയുള്ളതാണ്. അതിൽ 30,000 കോടിയാണ് പരസ്യങ്ങളിൽ നിന്ന് കിട്ടുന്നത്. ഈ പരസ്യങ്ങളെ സ്വാധീനിക്കുന്നതാണ് റേറ്റിംഗ്. പരസ്യം, അതായത് ടാം റേറ്റിംഗ് എന്ന് പറയും. ഇതിലും ബാർക്ക് റേറ്റിംഗ് അനുസരിച്ചാണ് ദാതാക്കൾ പരസ്യം നൽകുന്നത്. അപ്പൊ ഇതുമാതിരിയുള്ള ഒരു തട്ടിപ്പ് എന്ന് പറയുന്നത് വളരെ വലിയ ക്രിമിനൽ കുറ്റമാണ്. കാരണം ടെലിവിഷൻ നമ്മുടെ ജനങ്ങളെ ആകെ സ്വാധീനിക്കുന്ന ഒരു വലിയ ഘടകമാണ്. എല്ലാ ടെലിവിഷൻ ചാനലുകളും ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ജനങ്ങളെ വളരെ അധികം സ്വാധീനിക്കുന്നുണ്ട്. കേരളത്തിലാണെങ്കിൽ ന്യൂസ് ചാനലുകളുടെ ബഹളമാണ്. ഈ കേരളത്തിലെ ന്യൂസ് ചാനലുകളും ഇക്കാര്യത്തിൽ അത്ര മോശമൊന്നല്ല. കുറെ കാലം മുമ്പ് ടാം റേറ്റിംഗ് ഉള്ള കാലത്ത് പോലും ഈ വാർത്തകൾ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി സൃഷ്ടിച്ച ചരിത്രം എനിക്ക് നേരിട്ട് അറിയാം. ഇപ്പോഴും നടക്കുന്നത് ഈ ഏറ്റവും വലിയ രീതിയിലുള്ള തട്ടിപ്പാണ്. അതിൽ കേരളത്തിലെ ഒരു ചാനൽ ഉടമസ്ഥ സംഘം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ വേദനയുള്ള കാര്യമാണ്. കേരളത്തില് ഒരു 2,000 കോടി റുപ്യയുടെ പരസ്യമാണ് വരുന്നത്. ഈ ന്യൂസ് ചാനൽ ഏകദേശം 2,000 കോടി ഒരു കൊല്ലം. അതില് ഈ പരസ്യം കിട്ടാൻ വേണ്ടി ഏത് ഗർഹണീയമായ കുറ്റവും ചെയ്യാൻ പറ്റും എന്നത് ഈ സംവിധാനത്തിന്റെ തകരാറാണ്. ഗുരുതര സ്വഭാവമുള്ള ഒരു തട്ടിപ്പാണെന്ന അഭിപ്രായം പങ്കുവയ്ക്കാണ് താങ്കൾ. താങ്ക് യു സി കുഞ്ഞികൃഷ്ണൻ. അദ്ദേഹം പ്രസാർ ഭാരതിയുടെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടറാണ്.